പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വ്യാഴാഴ്ച, ഇന്ന് നമ്മുടെ വൺഡേ ശുശ്രൂഷയുടെ ദിവസമാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഫിലിപ്പി 4:6. അവിടെ വചനം പറയാണ്, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. ചിലപ്പോഴൊക്കെ പ്രിയ സഹോദരങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനങ്ങളിൽ ഒന്നാണ്. പല വചനങ്ങളുണ്ട് വളരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത്. അതിലൊരു വചനം, ഒന്നിനെ കുറിച്ച് ആകുലരാകേണ്ട. ചിലപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ തോന്നുന്നത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ അല്ലേ, അതായത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ല, പല സ്ഥലത്തും ബ്ലോക്കുകൾ, പ്രതിസന്ധികൾ, നമ്മൾ ഭയങ്കര അസ്വസ്ഥരാകുക അല്ലേ. അപ്പോൾ ശരിക്കും ഒന്നിനെക്കുറിച്ചും വചനം പറയണം, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പിന്നെ ഈ ആകുലതനെ അതിജീവിക്കാനുള്ള വഴിയാണ് പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ യാചനകൾ എങ്ങനെയൊക്കെയാണ്? ഒന്ന് പ്രാർത്ഥിക്കണം, ശക്തമായി പ്രതികൂലങ്ങളുടെ നടുവിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ അപേക്ഷകൾ പരിശുദ്ധ അമ്മ വഴിയും ഒക്കെ നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കും. പിന്നെ കൃതജ്ഞ സ്തോത്രം, അതായത് നന്ദി പറയണം. എന്തിന്? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഇതുപോലെയുള്ള ഒരുപാട് അവസരങ്ങളിലൂടെ നമ്മൾ പൊന്നുപോലെ നമ്മെ താങ്ങിയിട്ടുള്ള ആ നന്ദിയുടെ സ്മരണ നമ്മൾ ഓർക്കണം. അങ്ങനെ ദൈവസന്നിധിയിൽ അതെല്ലാം നിങ്ങൾ അർപ്പിക്കണം എന്നാണ് പറയുന്നത്. എന്താ വചനം പറയുന്നത്? ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കും. ഇന്ന് എന്താണ് നമ്മുടെ വിഷയം? ആ വിഷയങ്ങൾക്ക് ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ താമസ ധ്യാനത്തിൽ കടന്നു വരുന്ന മക്കളെ പ്രത്യേക മന്ദിരത്തിൽ ഓർക്കുകയാണ്. കാരണം പല വിധത്തിലുള്ള പ്രതികൂലങ്ങളിലായിരിക്കും. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ ഞായറാഴ്ച ശുശ്രൂഷയിലൂടെ കർത്താവ് ആ പ്രതികൂലത്തെ അതിജീവിക്കാൻ വേണ്ട ഒരു ദൈവകൃപ അവർക്ക് നൽകും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളും അച്ഛന് വേണ്ടി ദിവസങ്ങളൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.